1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 8 ഇന്ത്യക്കാർക്കാണ് നൊബേൽ പ്രൈസുകൾ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അച്ഛനും അമ്മയ്ക്കും മകൾക്കും മരുമക്കൾക്കുമൊക്കെയായി ഒരു കുടുംബത്തിലേക്ക് തന്നെ 5 നൊബേൽ പ്രൈസുകൾ ലഭിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതിൽ തന്നെ അമ്മയ്ക്ക് 8 വർഷത്തെ വ്യത്യാസത്തിൽ സയൻസിലെ 2 വ്യത്യസ്ത വിഷയങ്ങൾക്ക് നൊബേൽ പ്രൈസുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലോ? അതെ, അങ്ങനെയൊരു ഫാമിലിയുണ്ട്. അതാണ് ക്യൂറി ഫാമിലി. അതിൽ തന്നെ 2 നൊബേൽ പ്രൈസുകൾ ലഭിച്ച ആ വനിതയുടെ പേരാണ് മേരി ക്യൂറി. അത്തരത്തിലൊരു അവാർഡ് ലഭിച്ച ഏക വനിതയായ മേരി ക്യൂറിയെക്കുറിച്ചാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യു. സ്റ്റോറി ഫോർ യുവിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ദയവായി എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടി ചെയ്യുക. ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് അതൊരു കരുത്താകും. നമുക്ക് കഥയിലേക്ക് കിടക്കാം. ബ്രോണിയ, നിനക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോകാൻ ഇഷ്ടമല്ലേ? മരിയ അവളുടെ ചേച്ചി ബ്രോണിസ്ലാവോയോട് ചോദിച്ചു. അതെന്താ മരിയ നീ അങ്ങനെ ചോദിച്ചത്? പാരീസിൽ പോയി മെഡിസിന് പഠിക്കണം എന്നത് എൻ്റെ ഒരു സ്വപ്നമാണെന്ന് നിനക്കും അറിയാവുന്നതാണല്ലോ. ബ്രോണിയ തിരിച്ച് അവളോട് ചോദിച്ചു. പിന്നെ നീ എന്താ നിന്റെ സ്വപ്നത്തിന് പിന്നാലെ പോകാത്തത്? മരിയയുടെ അടുത്ത ചോദ്യം. നിനക്കെന്താ വട്ടായോ മരിയ? പാരീസിൽ പോയി മെഡിസിന് പഠിക്കണമെങ്കിൽ എന്തുമാത്രം പണം വേണം? നമ്മുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നിനക്കറിയാവുന്നതല്ലേ? ബ്രോണിയ ചോദിച്ചു. അതെ, ബ്രോണിയ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. എന്നാൽ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അവൾ അറിയാതെ തന്നെ അവളുടെ ചിന്തകൾ പഴയ കാലത്തിലേക്ക് പോയി. 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതി റഷ്യൻ സാമ്രാജ്യത്തിനു കീഴിൽ അസ്വസ്ഥരായി കഴിഞ്ഞിരുന്ന പോളണ്ടിലെ ജനത സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കിട്ടി തുടങ്ങിയ കാലമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1867 നവംബർ 7-ാം തീയതി പോളണ്ടിലെ വാഴ്സോയിൽ അറിയപ്പെടുന്ന ഒരു അധ്യാപക കുടുംബത്തിൽ 5ാമത്തെ കുട്ടിയായിട്ടായിരുന്നു അവളുടെ ജനനം. അവളുടെ അച്ഛൻ വീട്ടുകാരും അമ്മ വീട്ടുകാരും ഒരുപോലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുക്കുന്നവരും അതിനുവേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നവരുമായിരുന്നു. എന്നാൽ വീട്ടുകാരുടെ ഈ ഒരു സമീപനം മരിയയുടെയും അവളുടെ സഹോദരങ്ങളുടെയും ജീവിതം ദുരിതപൂർണ്ണമാക്കി തീർത്തു. മരിയയുടെ അച്ഛൻ വ്ളാഡിസ്ലാവ് സ്ലോഡോസ്കി ഫിസിക്സും ഗണിതശാസ്ത്രവും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും ആൺകുട്ടികൾക്കായുള്ള 2 സ്കൂളുകളുടെ ഡയറക്ടറുമായിരുന്നു. സമരകാലത്ത് റഷ്യൻ അധികാരികൾ സ്കൂളുകളിലും അതിൻ്റെ ലാബറട്ടറികളിലുമെല്ലാം കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉപകരണങ്ങൾ നശിച്ചു പോകാതിരിക്കാനായി അദ്ദേഹം അവ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുകയും തൻ്റെ മക്കളോട് അവ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പതിയെ മരിയയ്ക്ക് അച്ഛൻ്റെ വിഷയങ്ങളിൽ വലിയ താല്പര്യമുണ്ടാകാൻ തുടങ്ങി. എന്നാൽ ആ കാലമായപ്പോഴേക്കും സമരവുമായി ബന്ധപ്പെട്ട് അവളുടെ അച്ഛൻ്റെ ജോലി നഷ്ടമായിരുന്നു. തീരെ വരുമാനം കുറഞ്ഞ ഒരു പുതിയ ജോലിയിലേക്ക് അദ്ദേഹത്തിന് മാറേണ്ടതായി വന്നു. വാഴ്സോയിലെ ഒരു ബോർഡിംഗ് സ്കൂൾ നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന മരിയയുടെ അമ്മ അവളുടെ ജനനത്തോടെ ആ സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചിരുന്നു. ഈ സംഭവങ്ങളോടെ സാമ്പത്തികമായി കൂടുതൽ ഞെരുക്കത്തിലായ ആ കുടുംബത്തിലേക്ക് വീണ്ടും ദുരന്തങ്ങളെത്തി. അവളുടെ മൂത്ത സഹോദരി സോഫിയ ഒരു പകർച്ചവ്യാധി പിടിപെട്ട് മരിച്ചതായിരുന്നു അതിൽ ആദ്യത്തേത്. കാത്തോലിക് വിശ്വാസിയായിരുന്ന അവളും അമ്മയും ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിലും വിധി ഒരു ക്ഷയരോഗത്തിൻ്റെ രൂപത്തിൽ അവളുടെ അമ്മയെയും അവളിൽ നിന്ന് അകറ്റി. അമ്മയുടെ മരണം അവളുടെ അച്ഛനെപ്പോലെ തന്നെ അവളെയും ഒരു ദൈവവിശ്വാസി അല്ലാതാക്കി തീർത്തു. അവൾക്ക് 10 വയസ്സായിരുന്നു അപ്പോൾ. നിനക്കും കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമില്ലേ? ബ്രോണിയയുടെ ചോദ്യം കേട്ട് മരിയ തൻ്റെ ചിന്തകളിൽ നിന്നുണർന്നു. ഉണ്ട്. നോക്കൂ ബ്രോണിയ, പോളണ്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഒരു കരാറുണ്ടാക്കാം. നീ പാരീസിൽ പോയി മെഡിസിന് പഠിച്ചോളൂ. അതിനാവശ്യമായ പണം ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്തുണ്ടാക്കാം. പകരമായി നിൻ്റെ പഠനം കഴിഞ്ഞ് നീ തിരികെ എന്നെയും പഠിക്കാൻ സഹായിക്കണം. മരിയ പറഞ്ഞത് ഒരു നല്ല ആശയമാണെന്ന് ബ്രോണിയയ്ക്കും തോന്നി. അങ്ങനെ അവർ ആ ഡീൽ ഉറപ്പിച്ചു. അങ്ങനെ ബ്രോണിയ പാരീസിലേക്ക് പുറപ്പെട്ടു. മരിയ അടുത്തുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും കുട്ടികളെ നോക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുമൊക്കെ പണം ഉണ്ടാക്കാനും തുടങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം ബ്രോണിയ അവളെ പാരീസിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ഒരു 1.5 വർഷം കൂടി ജോലികൾ ചെയ്ത് കുറച്ചുകൂടി പണം സമ്പാദിച്ച ശേഷം പോകാനാണ് മരിയ തീരുമാനിച്ചത്. അപ്പോഴേക്കും അവളുടെ അച്ഛനും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജോലി ലഭിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനും അവളെ സഹായിക്കാനായി. ഈ കാലം അത്രയും പുസ്തകങ്ങൾ വായിച്ച് സ്വന്തമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. അങ്ങനെ 1891 അവസാനമായപ്പോൾ അവൾ ആഗ്രഹിച്ചതുപോലെ ആ ദിവസവും വന്നെത്തി. അവൾ പോളണ്ടിൽ നിന്നും പാരീസിലേക്ക് യാത്രയായി. ഫ്രഞ്ച് ഭാഷയിലെ ഉച്ചാരണമനുസരിച്ച് അവൾ അവിടെ മേരിയായിരുന്നു. പാരീസിലെത്തിയ ഉടൻ അവൾ സഹോദരിയുടെ സഹായത്തോടെ പഠനവും ഗവേഷണവും ഒക്കെ ആരംഭിച്ചു. അവിടെയും വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് അവൾ പഠനത്തിനാവശ്യമായ പണം കണ്ടെത്തുമായിരുന്നു. പിയറി, എൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടി താങ്കൾക്ക് ഒരു വലിയ ലാബറട്ടറി കണ്ടെത്തി തരാനാവുമോ? പിയറി ക്യൂറിയോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജോസഫ് ഫിയറസ് ഒരിക്കൽ ചോദിച്ചു. പിയറി ക്യൂറി പാരീസിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഇൻസ്ട്രക്ടറും ഒരു ഫിസിസിസ്റ്റും ഒരു ഗവേഷകനുമൊക്കെയായിരുന്നു. ആരാണ് താങ്കളുടെ ആ സുഹൃത്ത്? എന്തുകൊണ്ടാണ് താങ്കൾ ഇത് ചോദിക്കാൻ കാരണം? പിയറി അന്വേഷിച്ചു. മേരി എന്നാണ് അവളുടെ പേര്. ഫിസിക്സിലും കെമിസ്ട്രിയിലുമൊക്കെ അതീവ താല്പര്യമാണ് അവൾക്ക്. തൻ്റെ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ആഹാരം പോലും കഴിക്കാൻ മറന്നുപോകുന്ന പ്രകൃതമാണ് അവൾക്ക്. വലിയ പണമൊന്നും കയ്യിലില്ല. എന്തിന്, ഈ കൊടും തണുപ്പിൽ ധരിക്കാൻ ഒരു ജാക്കറ്റ് പോലും അവൾക്കില്ല. കയ്യിലുള്ള മുഴുവൻ വസ്ത്രങ്ങളും ഒരുമിച്ച് ധരിച്ചാണ് അവൾ തണുപ്പിൽ നിന്നും രക്ഷ നേടുന്നത് പോലും. അതുകൊണ്ട് അവളെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നി. ജോസഫ് പറഞ്ഞത് കേട്ട് അത്ഭുതം തോന്നിയ പിയറി അവളെ സഹായിക്കാമെന്നിട്ടു. അങ്ങനെ അവർ ഒരു ലാബറട്ടറി സംഘടിപ്പിച്ച് ഗവേഷണങ്ങൾ തുടങ്ങി. പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും മേഖലയിൽ മേരിയുടെയും പിയറിയുടെയും താല്പര്യങ്ങൾ ഒന്നുതന്നെയായിരുന്നു.
അതവരെ മാനസികമായി കൂടുതൽ അടുപ്പിച്ചു. ഞാൻ മേരിയെ വിവാഹം കഴിക്കട്ടെ? ഒരു ദിവസം പിയറി അവളോട് ചോദിച്ചു. താങ്കൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ ബന്ധുക്കൾ മുഴുവൻ പോളണ്ടിലാണ്. അതുകൊണ്ട് എൻ്റെ പഠനം കഴിഞ്ഞാലുടൻ ഞാൻ പോളണ്ടിലേക്ക് മടങ്ങിപ്പോകും. അതുകൊണ്ട് ഇത് ശരിയാവില്ല പിയറി, അവൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. അദ്ദേഹം മേരിയോടൊപ്പം പോളണ്ടിലേക്ക് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും അവൾ അതിന് തയ്യാറായില്ല. അങ്ങനെ പഠനം കഴിഞ്ഞ് അവൾ തിരികെ പോളണ്ടിലേക്ക് പോയി. അവിടെ അവൾക്ക് തൻ്റെ ഇഷ്ടമേഖലയിൽ ഒരു ജോലി കണ്ടെത്താൻ കഴിയുമെന്നും ഗവേഷണങ്ങൾ തുടരാമെന്നും അവൾ കരുതി. എന്നാൽ അവളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി. ലിംഗവിവേചനം രൂക്ഷമായി ഉണ്ടായിരുന്ന അന്നത്തെ പോളണ്ടിൽ അതിനൊന്നും പറ്റിയ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയിരിക്കെ മാഗ്നറ്റിസം എന്ന വിഷയത്തിൽ തനിക്കൊരു ഡോക്ടറേറ്റ് ലഭിച്ചെന്നും മേരിക്ക് താല്പര്യമുണ്ടെങ്കിൽ പാരീസിൽ PhDക്ക് ചേരാമെന്നും കാണിച്ചുകൊണ്ടുള്ള പിയറിയുടെ ഒരു കത്ത് അവൾക്ക് ലഭിച്ചു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറണമെങ്കിൽ പാരീസിലേക്ക് പോയേ മതിയാകൂ, അവൾ തീരുമാനിച്ചു. അങ്ങനെ അവൾ വീണ്ടും പാരീസിലേക്ക് മടങ്ങി. പാരീസിലെത്തി പെട്ടെന്ന് തന്നെ, കൃത്യമായി പറഞ്ഞാൽ 1895 ജൂലൈ 26 പിയറിയും മേരിയും വിവാഹിതരായി. അവരവരുടെ ഗവേഷണങ്ങളിൽ പരസ്പരം സഹായിച്ചുകൊണ്ട് സ്നേഹസമ്പൂർണ്ണമായ ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 1895 ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്ന വില്യം റോൺറ്റൺ കാഥോഡ് റേ ട്യൂബുകൾ ഉപയോഗിച്ച് പ്രകാശവുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. പരീക്ഷണങ്ങൾക്കിടയിൽ അത്ഭുതകരമായ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ട്യൂബിൻ്റെ ഒരു വശം മുഴുവൻ കട്ടിയുള്ള കാർഡ്ബോർഡ് കൊണ്ട് മറച്ചിരുന്നു. എന്നാൽ ട്യൂബിലേക്ക് വൈദ്യുതി കടത്തിവിടുമ്പോൾ കാർഡ്ബോർഡ് മറയുടെ അപ്പുറത്തിരുന്ന ബേരിയം പ്ലാറ്റിനോ സൈനൈഡ് പൂശിയ ഒരു ബോർഡ് മിന്നിത്തിളങ്ങുന്നു. തുടർന്ന് ഒട്ടും പ്രകാശം പുറത്തു വരാത്ത രീതിയിൽ ട്യൂബ് മറച്ച ശേഷം ഈ പരീക്ഷണം ആവർത്തിച്ചപ്പോഴും ഇതേ റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടി. അതായത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ കാർഡ്ബോർഡിനെയും മറ്റും മറികടന്ന് പുറത്തു വരാൻ കഴിയുന്ന ഒരു തരം പ്രകാശരശ്മികളാണതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിന് അദ്ദേഹം എക്സ്റേസ് എന്ന പേര് നൽകി. ഒരു വർഷത്തിനു ശേഷം യുറേനിയം എന്ന മൂലകത്തിൽ നിന്നും എക്സ്റേക്ക് സമാനമായ രശ്മികൾ പുറത്തു വരുന്നതായി ഹെൻറി ബെക്കുറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. അതാണെങ്കിൽ പുറത്തുനിന്ന് വൈദ്യുതിയുടെ സഹായമില്ലാതെ തന്നെ സ്വന്തമായി രശ്മികൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായിരുന്നു. ഈ രണ്ട് സംഭവങ്ങളും മേരിയിൽ വലിയ താല്പര്യമുണർത്തി. അവൾ പിയറിയോട് പറഞ്ഞു, എക്സ്റേക്ക് സമാനമായ രശ്മികളാണ് യുറേനിയത്തിൽ നിന്നും വരുന്നതെങ്കിൽ അത് തീർച്ചയായും അന്തരീക്ഷത്തിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ മുന്നേറാൻ കഴിഞ്ഞേക്കും. പിയറി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇലക്ട്രിക് ചാർജ് അളക്കാൻ കഴിയുന്ന ഒരു ഉപകരണം, ഇലക്ട്രോമീറ്റർ, ഞാനും എൻ്റെ സഹോദരൻ ചേർന്ന് ഒരു 10-15 വർഷം മുമ്പ് നിർമ്മിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. മേരി അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊന്ന് നോക്കൂ. അതവൾക്ക് ഉപകാരപ്രദമായിരുന്നു. അങ്ങനെ പിയറിയും മേരിയും ഒരുമിച്ച് ആ വിഷയത്തിൽ ഗവേഷണങ്ങൾ തുടങ്ങി. അങ്ങനെ ഗവേഷണം നടത്തവേ ഒരു വിചിത്രമായ കാര്യം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് പിച്ച് ബ്ലെൻഡ് എന്നൊരു വസ്തുവിൽ നിന്നാണ് യുറേനിയം വേർതിരിച്ചെടുക്കുന്നത്. അങ്ങനെ വേർതിരിച്ചെടുത്ത യുറേനിയത്തിൻ്റെ റേഡിയേഷൻ്റെ അളവ് ഇലക്ട്രോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കുകയായിരുന്നു അവൾ. യുറേനിയം വേർതിരിച്ചെടുത്ത ശേഷമുള്ള പിച്ച് ബ്ലെൻഡിൻ്റെ അവശിഷ്ടം അവിടെ ഉണ്ടായിരുന്നു. വെറുതെ ഒരു കൗതുകത്തിന് അതിൽ നിന്നും റേഡിയേഷൻ വല്ലതും വരുന്നുണ്ടോ എന്നറിയാൻ അവൾ ഇലക്ട്രോമീറ്റർ ഉപയോഗിച്ച് അതൊന്ന് അളന്നു നോക്കി. എത്ര വേർതിരിച്ചെടുത്താലും കുറച്ച് യുറേനിയം അതിൽ ബാക്കിയുണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു ചെറിയ റേഡിയേഷൻ അതിൽ കാണും എന്ന് മനസ്സിൽ കരുതിയാണ് അവളത് ചെയ്തത്. എന്നാൽ അതിലെ റീഡിംഗ് കണ്ട് അവൾ ഞെട്ടിപ്പോയി. സാധാരണ യുറേനിയത്തിൽ നിന്നും വരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് ഈ റീഡിംഗ്. ഇനി ഇലക്ട്രോമീറ്റർ എങ്ങാനും കേടായതാണോ? അവൾ വീണ്ടും യുറേനിയത്തിൻ്റെ റീഡിംഗ് എടുത്തു. ഇല്ല, ഉപകരണത്തിന് തകരാറൊന്നുമില്ല. ഒടുവിൽ അവൾക്ക് കാര്യം മനസ്സിലായി. യുറേനിയത്തേക്കാൾ റേഡിയോ ആക്റ്റീവായ മറ്റേതോ മൂലകം അതിലുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് പിച്ച് ബ്ലെൻഡിൽ നിന്നും അത് വേർതിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെ അവർ ഒരു കറുത്ത പൊടി അതിൽ നിന്നും വേർതിരിച്ചെടുത്തു. യുറേനിയത്തേക്കാൾ 330 ഇരട്ടി റേഡിയോ ആക്റ്റീവായ ആ മൂലകം ശാസ്ത്ര ലോകത്തിന് അന്നേ വരെ അറിയാത്ത ഒന്നായിരുന്നു. ഈ മൂലകം കണ്ടുപിടിച്ചത് നീയാണ് മേരി, നീ തന്നെ ഇതിന് പേരുമിടണം, പിയറി പറഞ്ഞു. എന്നാൽ എൻ്റെ ജന്മനാടായ പോളണ്ടിനെ ബന്ധപ്പെടുത്തിയ ഒരു പേരിടണം, അവൾ പറഞ്ഞു. അങ്ങനെ അവർ ആ മൂലകത്തിന് പൊളോണിയം എന്ന് പേര് നൽകി. അവർ ഗവേഷണങ്ങൾ തുടർന്നു. യുറേനിയം വേർതിരിച്ചെടുത്ത ശേഷം പിച്ച് ബ്ലെൻഡിൽ നിന്നും പൊളോണിയം ലഭിച്ചു. പൊളോണിയവും നീക്കിയ ശേഷം അതിൽ റേഡിയോ ആക്റ്റീവായ മറ്റു വല്ല മൂലകങ്ങളും ഉണ്ടാവുമോ? മേരി വീണ്ടും പരിശോധിക്കാൻ തീരുമാനിച്ചു. അവളുടെ ഊഹം തെറ്റിയില്ല. പൊളോണിയത്തേക്കാൾ റേഡിയോ ആക്റ്റീവായ മറ്റൊരു മൂലകത്തിൻ്റെ സാന്നിധ്യം അവൾ അതിൽ കണ്ടെത്തി. എന്നാൽ അതിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. പിയറിയും മേരിയും ചേർന്ന് ഇത്തരം ഒരു മൂലകം കണ്ടെത്തിയതായുള്ള വിവരം അവർ തന്നെ ശാസ്ത്ര ലോകത്തിന് മുന്നിൽ പ്രസിദ്ധപ്പെടുത്തി. എന്നാൽ ആ മൂലകം വേർതിരിച്ചെടുക്കാൻ അപ്പോഴും അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ അളവിൽ പിച്ച് ബ്ലെൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ മൂലകം വേർതിരിച്ചെടുക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ പിച്ച് ബ്ലെൻഡിന് വില വളരെ കൂടുതലായിരുന്നു. എന്നാൽ മേരി അതിനും ഒരു പോംവഴി കണ്ടെത്തി. അതായത് യുറേനിയം നല്ല വിലപിടിപ്പുള്ള ഒരു മൂലകമാണ്. അതടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് പിച്ച് ബ്ലെൻഡിനും ഇത്ര വില വരുന്നത്. അതുകൊണ്ട് അവർ പിച്ച് ബ്ലെൻഡിൽ നിന്നും യുറേനിയം വേർതിരിക്കുന്ന ഓസ്ട്രിയയിലുള്ള ഒരു കമ്പനിയെ സമീപിച്ചു. യുറേനിയം മാറ്റിയ ശേഷമുള്ള പിച്ച് ബ്ലെൻഡ് കൊണ്ട് അക്കാലത്ത് വലിയ ഉപയോഗമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിലയും ഇല്ലായിരുന്നു. അവർ അത് വലിയ തോതിൽ കളക്ട് ചെയ്യുകയും അതിൽ നിന്നും ആ മൂലകം വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. അവർ അതിന് റേഡിയം എന്ന് പേര് കൊടുത്തു. എന്നാൽ അക്കാലത്ത് തന്നെ അവർക്ക് ശാരീരികമായ പല അവശതകളും കണ്ടു തുടങ്ങിയിരുന്നു. റേഡിയേഷൻ ഏൽക്കുന്നത് ശരീരത്തിന് അപകടമുണ്ടാക്കുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവർ ജോലി ചെയ്തിരുന്നതാകട്ടെ അതീവ റേഡിയോ ആക്റ്റീവായ മൂലകങ്ങളുമായിട്ടും. അതായിരുന്നു അവശതയുടെ കാരണം. എന്നാൽ അവർക്കത് മനസ്സിലായിരുന്നതുമില്ല.
ശാസ്ത്ര വിഷയങ്ങളിലെ പ്രവർത്തന മികവിന് നൊബേൽ പ്രൈസ് നൽകുന്ന സംഘടനയാണ് റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ്. 1903 ഫിസിക്സ് നൊബേൽ പ്രൈസ് നൽകാനായി അക്കാദമി തിരഞ്ഞെടുത്തത് ഹെൻറി ബെക്കുറലിനെയും പിയറിയെ ക്യൂറിയെയുമായിരുന്നു. റേഡിയോ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പ്രവർത്തന മികവിനായിരുന്നു ഈ പുരസ്കാരം. എന്നാൽ മേരിയുടെ ഈ മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരംഗം കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവസാന പ്രഖ്യാപനം വരുന്നതിന് മുമ്പായി അദ്ദേഹം ഈ വിവരം പിയറിയെ അറിയിക്കുകയും പിയറിയെ കൊണ്ട് കമ്മിറ്റി മുമ്പാകെ ഒരു കംപ്ലയിൻറ്റ് വെപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ ചുവട് പിടിച്ച് അദ്ദേഹം മേരിക്കായി വാദിക്കുകയും ഒടുവിൽ മേരിയുടെ പേരുകൂടി അത്തവണത്തെ നൊബേൽ പ്രൈസിൽ ഉൾപ്പെടുത്താൻ കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഒരു നൊബേൽ പ്രൈസ് നേടുന്ന വനിതയായി മേരി ക്യൂറി മാറി. അവർ രണ്ടുപേരും ഗവേഷണങ്ങൾ തുടർന്നു. നൊബേൽ പുരസ്കാരം ലഭിച്ചതോടെ പിയറിക്ക് പ്രൊഫസർ എന്ന നിലയിൽ മികച്ച സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിക്കാൻ അവസരമുണ്ടായി. എന്നാൽ 1906 ഒരു കുതിരവണ്ടി അപകടത്തിൽപ്പെട്ട് പിയറി അകാലത്തിൽ മരണമടഞ്ഞത് മേരിയെ തകർത്തു കളഞ്ഞു. എന്നാൽ അവൾ വീണ്ടും ഗവേഷണങ്ങളിലേക്ക് എത്തി. തൻ്റെ ഭർത്താവ് പ്രവർത്തിച്ചിരുന്ന അതേ കസേരയിൽ അവൾ ജോലി തുടർന്നു. പിയറി എവിടെ നിർത്തിയോ അവിടെ നിന്നും അവൾ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ മികച്ച ലാബുകൾ സ്ഥാപിച്ചു. ഗവേഷണങ്ങൾ തുടർന്നു. ഒടുവിൽ 1911 കെമിസ്ട്രിയിൽ രണ്ടാമത്തെ നൊബേൽ സമ്മാനവും അവളെ തേടിയെത്തി. അങ്ങനെ 2 ശാസ്ത്ര വിഷയങ്ങളിൽ അവാർഡ് നേടുന്ന ആദ്യ വ്യക്തിയായി മേരി മാറി. പിന്നീടും ധാരാളം ശാസ്ത്ര സംഭാവനകൾ അവൾ നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായിരുന്നു കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു പോർട്ടബിൾ എക്സ്റേ മെഷീൻ. 1-ാം ലോക മഹായുദ്ധകാലത്ത് പരിക്ക് പറ്റിയ സൈനികർക്ക് യുദ്ധമുഖത്ത് വെച്ച് തന്നെ ചികിത്സ നൽകാൻ ഈ ഉപകരണം സഹായിച്ചു. പിന്നീട് മേരിയുടെ മകളായ ഐറീനും അവളുടെ ഭർത്താവിനും മേരിയുടെ മറ്റൊരു മകളുടെ ഭർത്താവിനുമൊക്കെ നൊബേൽ പ്രൈസുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ തുടർച്ചയായി റേഡിയേഷൻ ഏൽക്കേണ്ടി വന്നിരുന്നതിനാൽ അവളുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. ഒടുവിൽ 1934 ജൂലൈ 4 തൻ്റെ 66-ാം വയസ്സിൽ അപ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം ബാധിച്ച് ആ മഹാശാസ്ത്രപ്രതിഭ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി.